അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ പരിപാടി ഞങ്ങളും ചെക്കന്മാരെല്ലാരും കൂടി നടത്തുന്ന ഒരു നോമ്പോറാണ്. നമുക്ക് ആ പരിപാടിക്ക് ഒന്ന് പോയി നോക്കിയാലോ? എല്ലാരും വീടിന്റെ ഉള്ളിലുണ്ട്, പോയി നോക്കാം. ഹലോ, എന്താ പരിപാടി? നമുക്ക് എല്ലാരും കൂടിയിട്ട് നോമ്പോറയ്ക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് വാങ്ങാൻ പോണം. നമുക്ക് പോവല്ലേ? നമുക്ക് പോയി നോക്കാം. കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് വാങ്ങിയിട്ട് നമുക്ക് കുറെ പരിപാടികളുണ്ട്. എല്ലാ പരിപാടിയും കാണിച്ചു തരാം. വണ്ടി എടുത്തിട്ട് അവിടെ പോയിട്ട് എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, പോലീസ് ഇടിച്ചില്ലെങ്കിൽ ഭാഗ്യം. ഇതിപ്പോ ഓപ്പൺ ആക്കിയ പുതിയ മാളാണ്. എന്തായാലും പോയി നോക്കാം. ഒന്നുമില്ല, ഒരു വെറുതെ എന്തിനൊക്കെ ചേച്ചിമാരൊക്കെ നോക്കാം. ഗൈസ് എന്താ പഠിക്കല ഓടുള്ള അക്മൽ. ഗൈസ് അക്മൽ, ഒരു യോഗ അക്മൽ. ഇതിൽ കൊള്ളുവോ? നടക്കും. ചേച്ചിമാര് നമ്മുടെ ബ്ലോഗ് കണ്ടിട്ട് നെറ്റ്. ഗൈസ് അന്തം വിട്ടും. ഗൈസ് ഇവിടെ ബ്ലോഗ് കണ്ടിട്ട് ഗൈസ് എല്ലാരും നെറ്റി. ആദ്യമായിട്ടൊക്കെ കാണുന്നു. ഓക്കെ, ക്യാമറമാനൊക്കെ ആദ്യമായിട്ട് കാണുന്നു. നോക്കിയെടുക്ക്, നല്ല നോക്കിയെടുക്ക്. വീഡിയോ രണ്ട് തണ്ണിമത്തൻ, വേറെന്തൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് എല്ലാം എടുത്തിട്ട് കാണാം. ഗൈസ് നോമ്പോറ് തകർക്കും നമ്മള്. എന്തൊക്കെ നോക്കണ്ടേ? വണ്ടിക്ക് എക്സോസ്റ്റ് ഇതാണ് നമ്മുടെ ഷോപ്പത്തെ ചേച്ചിമാര് പണിയിലാണ്. ഇതാ തിരിഞ്ഞപ്പോഴോ അച്ചലു വ്ളോഗ്സ്. വ്ളോഗ്സ്. നമുക്ക് എന്തായാലും പോവാ. ബില്ലടിക്കാൻ പോകുന്നുണ്ട്. കുറെ നേരമായി കറങ്ങണു ഇവിടെ തന്നെ. നമുക്ക് ബില്ലടിച്ചിട്ട് കാണാം. സാധനങ്ങളെല്ലാം വാങ്ങി ഇറങ്ങിയിട്ട് നമുക്ക് നമ്മള് വന്നവിടേക്ക് തന്നെ പോവാ. അവിടെ പോയിട്ട് കാണാം. നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ സാധനം വാങ്ങിച്ചു വരുമ്പോഴും ഇവിടെ ഒരുത്തൻ ഫോണും കളിച്ച് എടുക്കാനെ കണ്ടോ? ഇവനൊക്കെ എപ്പോഴും ഈ പണിയനുള്ളൂ. വേറെ ഒരുത്തൻ വന്നാലും നിന്നാലും ഇങ്ങനെ കുത്തിയെത്തിക്ക. നമ്മള് വരണ കണ്ടപ്പോ പെട്ടെന്ന് നിലത്തെത്തിക്കുക. ആദ്യം നമുക്ക് പന്തൽ പരിപാടി നോക്കാം. നമ്മൾ ഇറങ്ങിയൊക്കെയാണ്. പിന്നെയും നമുക്കൊന്ന് പോയി നോക്കാം. എത്തുന്ന ഒരാൾ വന്നിട്ടുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. ഗൾഫിൽ നിന്ന് ഇറക്കുമതിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലായിടത്തും നോമ്പൊക്കെ പന്തല് പണിക്കുള്ളവർ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും മേലെ കയറി കാണാം. അസീസ്ക്ക് എത്തി. അസീസ്കാരാണ്ടോ? അസീസ്ക നോക്കണേ. നമുക്ക് അവിടെ പോയി കാണിക്കാം. ഇപ്പൊ വേറെ പറഞ്ഞിട്ട് വീട്ടിൽ പോയതാണ്. കുറെ നേരം കഴിഞ്ഞിട്ടാണ് അസീസ്ക വരുന്നത്. അസീസ്ക എന്തിനാണ് വീട്ടിൽ പോയത്? അവനും മടുത്തതാണ്. ഓരോരുത്തരും ഓരോന്ന് കട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതാരാ പറയാ? ജീപ്പിന്റെ കഥ പറഞ്ഞു കൊടുക്ക്. ജീപ്പി പറഞ്ഞുതരാം. ജീപ്പിന്ന് പേര് വന്ന എങ്ങനെയാന്ന് അടുത്ത വ്ളോഗിൽ പറഞ്ഞുതരാം. ജീപ്പിന്ന് പേര് വന്ന എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അത് അടുത്ത വ്ളോഗിൽ പറഞ്ഞുതരാം. നമുക്ക് മേലേക്ക് പോവാ. നമ്മുടെ കൂടെ തൗഫീഖ് ഉണ്ട്. ഇവിടെയാണ് പരിപാടി. നല്ല വെയിലാണ്. വെള്ളാക്കിട്ട് ബലാക്കിട്ട് നമുക്ക് കയറ് കെട്ടിങ്ങനെ കോർണാക്കിട്ട് സെറ്റ് ചെയ്യാ. അത്രേ ഉള്ളൂ. ഇത്ര പരിപാടിയേ ഉള്ളൂ. പുസ്ക, നീ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ പ്ലാൻ നല്ല വെയിലുണ്ട്. ഞാൻ റീൽസിനുള്ള പരിപാടി ചോദിച്ചാ എനിക്ക് പണികൾ പറയും. എന്താ പറയാ, അതോടെ പണിയെടുക്കണുണ്ടോ? അതാണ് പണി. ഓരോരുത്തർക്കണ്ടോ സ്വത്തിട്ട് ആകെ മാറി. പണിയെടുക്കാൻ വന്ന സ്വത്തിട്ട് മാറും. കണ്ടോ വെയിലുള്ളതിന് പണിയെടുക്കാനുള്ള ടെക്നിക്കൽ.
കണ്ടോ കണ്ടോ പണിയെടുക്കണ്ട. നീയല്ലേ റീലെടുക്കാൻ പോവാറ്? കണ്ടോ കണ്ടോ ഹെൽമെറ്റ് വെച്ചോണ്ട് വെയിലുള്ളിൽ പറഞ്ഞിട്ട് ഹെൽമെറ്റ് ഇട്ട് വന്നിട്ട് ഒരുത്തൻ തൊപ്പി, ഒരാൾ തൊപ്പി മാസ്കും, ഒരാൾ ബനിയൻ. കണ്ടോ അല്ലേ ആരെ എന്താ പറയാള്? നല്ല വെയില്. അതെങ്ങനെ മാറിക്കണില്ലേ? ഇത് കണ്ടോ പണിയെടുക്കണവരുണ്ടോ? ഇനി എന്തായാലും എണ്ണക്കടി വാങ്ങാൻ പോയിട്ടുള്ള അവിടെ നിന്ന് കാണാം. ഓക്കെ ഗൈസ്, ക്യാമറ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടക്കുകയാണ് കുറച്ച് നേരം. ഞങ്ങളിവിടെ ജീപ്പ് ഉണ്ട്. കുത്തുന്നീ ജീവിക്കാൻ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചു നമ്മള് പോവാണ്. ഇതുണ്ടോ ജീപ്പിന്റെ കയ്യിൽ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് കാണട്ടെ? ചിക്കൻ റോള് വാങ്ങിച്ചിട്ടുണ്ട്. സമൂസ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് വാങ്ങിച്ചിട്ട് നേരെ തട്ടിന്റെ മേലേക്ക് പോയിട്ട് എല്ലാം സെറ്റ് ചെയ്യണമാണ് കേസ് അല്ലേ? അങ്ങനെ നമ്മൾ എണ്ണക്കടിയൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നിട്ട് മേലത്തെ ലൈറ്റ് പരിപാടി എന്തായി നോക്കാം നമുക്ക് പോയിട്ട്. എന്തായി ലൈറ്റ് ഓൺ ആക്കാനായോ? ജീപ്പ് ഇവിടെ നല്ല പണിയാണ്. കല്ലൊക്കെ തട്ടിക്കളയുണ്ട്. ആ പണി മാത്രമേ അറിയുള്ളൂ. ഇക്ക അവിടെ നല്ല പണിയിലാണ്. സ്വത്തിട്ട് അവിടെ നല്ല പണിയിലാണ്. അസ്മിൻ അവിടെ വെറുതെ നോക്കി വെക്കുന്നുണ്ട്. ഒത്തിരാ എന്താ പറയാള്? എല്ലാരും നന്നായി ക്ഷീണിച്ചിട്ടായിരിക്കണ്. ഇവിടെ പായ വിരിക്കണ പരിപാടിയിലാണ്. അടിയിൽ വെള്ളം കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം എന്തായാലും. അപ്പൊ നമുക്കിത് കാണാം. നമുക്ക് ലൈറ്റിന്റെ സ്വിച്ച് പോയിടാ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ലൈറ്റ് പരിപാടി നിക്ക് സ്വിച്ച് ഇടട്ടെ. കുത്ത് ശിവരിക്ക് കുത്തുണ്ട്. ഇവിടെ ലൈറ്റ് കുത്തുണ്ട്. പോയി ലൈറ്റ് എടുത്താ ഞാൻ വരും. ലൈറ്റ് കാണിച്ചാലോ? ലൈറ്റ് കാണിച്ചു കൊടുക്കട്ടാ. 1 മിനിറ്റ് കത്തിയില്ലേ? അതാ കണക്ഷൻ കൊടുത്തില്ല കേസ്. നമ്മൾ വെറുതെ ഓടിക്കത്തിച്ചു. ലേറ്റ് എത്തിച്ചിട്ട് പറഞ്ഞ് ഓടി വന്നതാ. സ്വത്രം പറ്റിച്ചു നമ്മളെ. നമുക്കെന്തായാലും വെള്ളം കലക്കണ പരിപാടിയാണ്. വെള്ളം കലക്കണ പരിപാടിക്ക് നമ്മൾ എത്തിണ്ട്. വെള്ളം എടുക്കറ. നമ്മൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ കലക്കണ്ട്. ഇതിപ്പോ മറ്റേ മുഹബത്ത് കാ സർബത്ത്, അതാണ് ഇതിന്റെ പേര്. ഇനി നമ്മൾ നാരങ്ങ ശിബിലിന്റെ സ്പെഷ്യലാണ്. ശിബിലി ഇതെങ്ങനെ ഉണ്ടാവും? നന്നാവും ഉറപ്പല്ലേ? എന്താണ് പ്രതീക്ഷിക്കുന്നു? അസീസ്ക്ക് വെള്ളം കൊണ്ട് വന്നിട്ട് വെള്ളം കലക്കാനുള്ളത്. പക്ഷെ ഇത് വെള്ളം കലക്കാനുള്ളതല്ല, ഇത് ദഹിക്കാനുള്ളതാണ്. നമുക്ക് എന്തായാലും ഇത് കുടിച്ചു നോക്കിയിട്ട് വേണം ശിബിലിക്ക് നമുക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ. എങ്ങനെ ശിബിലിക്കാർക്ക് വേണ്ടി ഒരു ലൈക്ക് കൊടുക്കാൻ. ഓക്കെ അല്ലേ? ഓക്കെ. പരിപാടി എന്നാലും പറയ്. പണിയെടുക്ക നീ അങ്ങനെ വേണം. കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും നല്ല ഉത്തരവാദിത്യം വേണമെങ്കിൽ. കുത്തറിയില്ല വയറ്, ചിലപ്പോ അത് ഓഫാക്കിട്ട് കുത്തിയാ മതി. ഒന്നും പറ്റില്ല. നമുക്ക് ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടിട്ട് ഉദ്ഘാടനം കഴിക്കാം. ലൈറ്റിന്റെ പരിപാടി നടക്ക്. ശിബിലിക്കാണ് ഉദ്ഘാടനം കഴിക്കണേ. അത് പോയി നോക്കാലോ. വാ നമുക്ക് മേലേക്ക് പോയി ലൈറ്റ് കത്തിയിട്ട് നോക്കാം. നിഹാലൊക്കെ വെള്ളമായിട്ടാണ് മേലേക്ക് പോണം. നിഹാൽ ബായോ നമുക്ക് മേലേക്ക് പോവാം.
മോനെ സീനെ എങ്ങനെയുണ്ട് ഗൈസ്? ലൈറ്റൊക്കെ കത്തിച്ച് സീനാക്കിണ്ട്, നോക്കി നോക്ക്. ഇനി ഒന്നുകൂടി ഇരുട്ടാവണം, ഇതിന്റെ ഒരു ഭംഗി കാണാൻ ഒന്നുകൂടി ഇരുട്ടാവണം. ആ കത്തുണ്ട് കത്തുണ്ട്, എല്ലാ ലൈറ്റും കത്തുണ്ട്. അത് കത്തുണ്ട് ചോദിച്ചതാണ് നമ്മുടെ ലൈറ്റ് ഏരിയാക്കിയ സോത്തിട്ടൻ. സോത്തിട്ടപ്പ് വരും. ഓരോ പരിപാടി നമ്മൾ റെഡിയാക്കി വാങ്ങി കൊടുക്കാൻ സമയമായി. എല്ലാരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കി നോക്ക്, എല്ലാരും വരുന്നുണ്ട്. നമ്മുടെ ചക്കന്മാരെല്ലാരും ഇപ്പൊ എത്തും. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കണം. നമുക്ക് നോമ്പ് തുറക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഫസ്റ്റ് ഇരിക്കാം. നമുക്ക് ഫസ്റ്റ് ഇരിക്കാം അവിടെ. ഞാൻ ഇരുന്നു കേട്ടോ. ഓരോന്നെല്ലാം റെഡി ആക്കുന്നുണ്ട്. അതാ ടീംസ് എത്തി, നമ്മുടെ ടീംസ് എത്തിണ്ട്. ണ്ടോ ഇനിയും കുറച്ച് ചെക്കന്മാര് നമ്മുടെ കൂടെ വരാണ്ട്. നല്ല റെഡി ആക്കിയിട്ട് എല്ലാ ചെക്കന്മാരും വന്നിട്ട് ഒന്ന് കാണാം. ഇപ്പൊ അവിടെ കുറച്ച് സ്ഥലം വിടറോ എനിക്കിരിക്കാൻ. അല്ലല്ല മച്ചു, നോമ്പില്ലാത്ത കള്ളൻ വെള്ളം കുടിക്കണൂടെ? ഇവിടെ എല്ലാം നോമ്പ് ഇറക്കുമ്പോ നോമ്പില്ലാത്ത വെള്ളം കുടിക്കണു. ടേസ്റ്റ് ഉണ്ടടാ, അടിപൊളിയല്ലേ? ഓടിപ്പോയത് വെള്ളം കുടിക്കല്ലേ ചെയ്യാ. കൂടെ വരുന്നേ. അയ്യോ, നോമ്പ് തുറന്നു കഴിഞ്ഞു. നമുക്ക് ഇനി പള്ളിക്ക് വേണം. പള്ളി പോയി നിസ്കരിച്ചിട്ട് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. കണ്ടോ, എല്ലാരും നോമ്പ് തുറന്നു കഴിഞ്ഞു. എങ്ങനെയുണ്ട് രാത്രി ആയപ്പോ? എങ്ങനെയുണ്ട് നമ്മൾ കെട്ടിപ്പൊക്കി നമ്മുടെ കൂടാരം? കണ്ടോ, നോമ്പ് തുറന്ന് എല്ലാരും വൃത്തിയാക്കാണ്. നമ്മൾ ക്യാമറ എടുക്കുകയാണ്. നമ്മുടെ കൂടെ വേറൊരുത്തണ്ട്, നോമ്പ് തുറക്കാൻ വേണ്ടി വന്നൊരുത്തൻ. സുഹേൽ, വാലേക്കും സലാം. നമുക്ക് പള്ളിക്ക് പോവാം. പള്ളിയിൽ പോയി വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഫുഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ഫുഡ് കഴിക്കുമ്പോഴാണ് ഇതിന്റെ ഒന്നുകൂടി വൃത്തി. ഫുൾ ലൈറ്റ് സെറ്റപ്പിൽ കാണാം. അസീസ്ക, എന്താ പറയാ അസീസ് നോമ്പ് പറയാ ഈ സെറ്റപ്പിനെ കുറിച്ച്? ഒന്നും പറയാല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു നോക്കണേ. വിജയകരമായിട്ട് അത് ഒന്നും പറയാല്ല. വിജയകരമായി. നമുക്ക് ഈ പള്ളിയിൽ പോവാം. ഒന്ന് വൃത്തിയാക്കിട്ട് നമുക്ക് പള്ളിയിൽ പോയിട്ട് കാണാം എല്ലാരും. ഓക്കെ, ഈ നോമ്പ് പറയാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സ്വത്താണ് ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ. നമ്മുടെ കൂടെ കടയക്കന്മാരുടെ അസിസ്ക വേണമെങ്കിൽ ചെമ്പിന് മുക്കണ്ട. എല്ലാരും പള്ളി കഴിഞ്ഞ് വന്നു. ഗൈസ്, നമുക്ക് ചോറ് എങ്ങനെ ഉണ്ട് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് അസീസ്ക ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട് പറയും? സൂപ്പറാ. അസീസ്ക എങ്ങനെയുണ്ട്? സൂപ്പർ. ഇക്ക എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ട്. ഞാനേ പറയുള്ളൂ. ഗൈസ്, നമുക്ക് ചെക്കന്മാരുടെ ഇതിന്റെ റിവ്യൂ ചോദിക്കാം. നോമ്പ് പറയണ്ടേ നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ നോമ്പ് പറ? നോമ്പ് പറ അടിപൊളിയായി. അടിപൊളിയായില്ലേ? ഇത് ഇത്ര അടിപൊളിയാക്കി തന്നത് നമ്മുടെ ടീമിലെ ഇലക്ട്രീഷ്യൻ SH4 ആണ്. വീട്ടിലത്തെ സീറോ ബൾബ് ഊരി കൊണ്ടിട്ടാണ് ഈ സാധനം നമുക്ക് സെറ്റ് തന്ന് ഇത്ര അടിപൊളിയാക്കി തന്ന്. SH4 നന്ദി. SH4 കാണിച്ചു കൊടുക്ക്. പിന്നെ ഇതിനു വേണ്ടി പണിയെടുത്ത എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ വേദിയിൽ ഞാൻ നന്ദി, ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിച്ചോളൂ. തൗഫീഖ്, അതുപോലെ ഷിബിലി, സഹായിച്ച അസീസ്,
അങ്ങനെ കുറച്ചു പേര് നന്നായി പണിയെടുത്തിട്ടുണ്ട്. അവരുടെ ആ പേര് പറഞ്ഞ് അഭിനന്ദിക്കുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ ഇനി ഫുഡ് കഴിക്കണ ചെറിയൊരു സീൻ കണ്ടിട്ട് നമ്മൾ അടുത്ത സീനിലേക്ക് വരുന്നതാണ്. ഓക്കെ ചെക്കന്മാർക്ക് എല്ലാവർക്കും നമ്മള് ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ചോറ് വിളമ്പോ അവിടെ ഇക്കയും ജിബിയുണ്ട്. ബാക്കി എല്ലാരും ചോറ് വിളമ്പി കഴിക്കാൻ തുടങ്ങിയിട്ട് നമ്മളങ്ങനെ റെഡിയാക്കിയേ. ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡ് ഗുഡാണ്, വേറൊന്നും പറയല്ല. നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. കണ്ടോ, എല്ലാരും ഫുഡ് കഴിച്ച് നല്ല കിടന്നു തുടങ്ങി. ഇപ്പൊ തന്നെ നമുക്കും എടുക്കാം. നമ്മുടെ വീഡിയോ എല്ലാരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോ ഓക്കെ, ബൈ ബൈ. ഓക്കെ.